വെൽക്കം ടു റോഷൻ ഡയറീസ്. ഞാനെന്നുള്ളത് 18 ഏക്കർ വരുന്നൊരു സ്ഥലത്ത് ഒരു കിഡിലെ റിസോർട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട്സായിട്ടും ഫാമിലി ആയിട്ടും കപ്പിൾസിനും ആർക്ക് വേണമെങ്കിലും നമുക്ക് ധൈര്യമായിട്ട് റെക്കമെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു കിഡിലെ സ്പോട്ട്. ഇവിടുത്തെ ബാക്കി വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. ഈ മനോഹരമായ റിസോർട്ടിൽ നിങ്ങൾക്കൊരു ഫ്രീ സ്റ്റേ തരുന്നുണ്ട് കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും കൂട്ടത്തിൽ ഈ വീഡിയോ ഫുള്ള് കാണാനും മറക്കല്ലേ. ഫ്രീ സ്റ്റേ ആഗ്രഹിക്കുന്നവർക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഒന്ന് വിസിറ്റ് ചെയ്തോളൂ കേട്ടോ. ഞാൻ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് ചാവക്കാട് നിന്നാണ്. വളരെ വാട്ടർഫാളും കണ്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഫഹദിനെ ആയിട്ട് ഞാൻ കയറിയിട്ടോ. ഫുഡ് കൊള്ളായിരുന്നു. ഇനിയാണ് നമ്മുടെ ക്യാമ്പ് ലൈറ്റ്സിലേക്കുള്ള യാത്ര സ്റ്റാർട്ടാവുന്നത്. ഇരുമ്പുപാലം സ്റ്റോപ്പ് എത്തിയാൽ ഫസ്റ്റ് ലെഫ്റ്റ് എടുത്ത് കുറച്ചും കൂടി മുന്നോട്ട് പോയാൽ ഒരു അതിമനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം കാണാം കേട്ടോ. അവിടെ നിന്ന് വീണ്ടും ലെഫ്റ്റ് എടുക്കുക. കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ വീണ്ടും ഒരു ലെഫ്റ്റ് വരുന്നുണ്ട്. അതിൽ കൂടി എടുത്താൽ പിന്നെ നമുക്ക് സ്ട്രൈറ്റ് റോഡാണ് കേട്ടോ. കുത്തനെയുള്ള കുറച്ച് കയറ്റങ്ങളുണ്ടെന്നുള്ളൂ. പോകുന്ന വഴിക്ക് അതിമനോഹരമായിട്ടുള്ള കോടമഞ്ഞും അതൊക്കെ ആസ്വദിച്ച് ഡ്രൈവ് ചെയ്യാനുണ്ടല്ലോ, ഒരു പ്രത്യേക ഫീലായിരുന്നു. 2 ആഴ്ച മുൻപ് ഞാനിവിടെ വരുമ്പോൾ ചിരലും ചളിയും ഒക്കെ ആയി ആകെ അലമ്പായിരുന്നു കേട്ടോ. ഇപ്പോൾ കോൺക്രീറ്റ് റോഡൊക്കെ വന്ന് സെറ്റായിട്ടുണ്ട്. റോഡ് പണി നടക്കുന്നത് കാരണം എൻ്റെ വണ്ടി അവിടെ പാർക്ക് ചെയ്യേണ്ടതായിട്ട് വന്നു. ക്യാമ്പ് ലൈറ്റ്സിൻ്റെ തന്നെ താറ് അവിടെ കിടന്നിരുന്നു കേട്ടോ. ഞാൻ കാർ പാർക്ക് ചെയ്ത് താറെടുത്താണ് യാത്ര തുടർന്നത്. താറാണെന്ന് അറിഞ്ഞപ്പോൾ ഫഹദ് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടോ. അവൻ്റെ മനസ്സിൽ ലഡു വെട്ടിയ പോലത്തെ ഫീലായിരുന്നു. അത് മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും. വല്ലാത്തൊരു ഹാപ്പിയിലായിരുന്നു അവന്. ഫഹദ് ആരാണെന്നല്ലേ, കൊച്ചിയിലുള്ള സിറ്റിയിലെ ട്രാവലിൻ്റെ ടൂർ കോർഡിനേറ്റർ ആട്ടോ. ഫഹദ് ഡ്രൈവ് ചെയ്യാമെന്ന് പറഞ്ഞപ്പോൾ എനിക്കൊന്നും കൂടിയും കാര്യങ്ങൾ എളുപ്പമായിട്ടോ. എനിക്ക് വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കാൻ സുഖമായി. ഫൈനലി ഞങ്ങൾ ക്യാമ്പ് ലൈറ്റ്സിൽ എത്തിയിട്ടോ. ഇപ്പോൾ പാർക്കിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇനി അവരുടെ റിസപ്ഷൻ ഏരിയയിലേക്കാണ് ഞങ്ങളുടെ യാത്ര. ഫുഡ് കൗണ്ടറും റിസപ്ഷൻ ഏരിയ ഒക്കെ ഒരു സ്ഥലത്താണ് കേട്ടോ. പുതിയതിൻ്റെ വർക്ക് ഇപ്പോൾ നടക്കുന്നുണ്ട് കേട്ടോ. തൊട്ടടുത്തായിട്ട് തന്നെയാണ് നടക്കുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ട്രീ ഹൗസ് ആണ് കേട്ടോ. ട്രീ ഹൗസ് അതിമനോഹരമായിട്ട് അവർ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ തൊട്ടടുത്ത് കാണുന്നുണ്ടല്ലോ ലെഫ്റ്റ് സൈഡിൽ, അതാണ് അവരുടെ പുതിയ റിസപ്ഷൻ ഏരിയയും ഫുഡ് കോർട്ടൊക്കെ ആയിട്ട് വരുന്നത്. നമ്മളിപ്പോൾ കാണാൻ പോകുന്നത് ട്രീ ഹൗസാണ്. ട്രീ ഹൗസിൻ്റെ ഉള്ളിലൊന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഏകദേശം എന്താ പറയുക, 8 പേർക്കൊക്കെ അവിടെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് കേട്ടോ അവർ സെറ്റപ്പ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഉള്ളിൽ കയറി കഴിഞ്ഞാലുണ്ടല്ലോ ആ താഴെ ഒരു 2-3 പേർക്കും കിടക്കുക, 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണ് ബെഡൊക്കെ ചെയ്തിട്ടുള്ള. മുകളിലുണ്ടല്ലോ, മുകളിൽ 2 പേർക്ക് സുഖമായിട്ട് കിടക്കാം കേട്ടോ. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് കാണുന്ന ഈ സ്പേസിൽ അവിടെ ഒരു 4 പേർക്ക് കിടക്കാനുള്ള സൗകര്യം അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ, പുറത്തെ കാഴ്ചകൾ അതിമനോഹരമാണ്. ആ വിൻഡോ തുറന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുക. നല്ല രസമുള്ള വ്യൂസാണ് കേട്ടോ പുറത്തേക്കുള്ളത്. ഈ ജനലിലേക്ക് കൂടെയൊക്കെ തുറന്ന് കാണുമ്പോഴുണ്ടാവുന്ന ഒരു മനസ്സിനുണ്ടാവുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത് അവിടെ ഒരു മോർണിംഗ് വ്യൂ നമ്മളവിടെ സ്റ്റേ ചെയ്തിട്ട് കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീലും, അതേപോലെ തന്നെ കോടമഞ്ഞൊക്കെ നിറഞ്ഞ് ഒരു എന്താ പറയുക, ഒരു പ്രത്യേക വൈബാണ് അവിടെ. ചില സമയങ്ങളിൽ നമുക്ക് പുറത്ത് നോക്കിയാൽ ഒന്നും കാണില്ല കേട്ടോ, ആകെ കോട നിറഞ്ഞിട്ട്. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് കണ്ടില്ലേ, അവിടെ 2 പേർക്ക് കിടക്കാനുള്ള സൗകര്യം അവർ ഒരുക്കിയിട്ടുണ്ട് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, 8 പേർക്കൊക്കെ ഇവിടെ സുഖമായിട്ട് സ്റ്റേ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. നമുക്കിനി ഇവിടുത്തെ ബാത്റൂമും വാഷ് ബേസിനൊക്കെ കാണാം. ഇതാണ് കേട്ടോ ബാത്റൂം വരുന്നത്. തൊട്ടപ്പുറത്ത് വാഷ് ബേസിനും വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ട്രീ ഹൗസിലത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇനി നമുക്ക് ട്രീ ഹൗസിൽ നിന്ന് മെല്ലെ ഇറങ്ങാം, അടുത്ത സ്ഥലത്തേക്ക് മൂവ് ആവാം കേട്ടോ. ട്രീ ഹൗസിൻ്റെ പുറത്തു നിന്ന് കാണാനും നല്ല രസമാണ് കേട്ടോ. നല്ല ഒരു നാച്ചുറൽ ആംബിയൻസ്, നമുക്കൊരു നല്ലൊരു ശാന്തത കിട്ടുന്ന പോലത്തെ ഒരു ഏരിയ ആണ് കേട്ടോ. നല്ല രസമാണ് ഇവിടെ സ്റ്റേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമുക്കിനി അടുത്ത സ്ഥലത്തേക്ക് മൂവ് ആവാം. ഇനി നേരത്തെ പറഞ്ഞില്ലേ റിസപ്ഷൻ ഏരിയ പുതിയതായിട്ട് വരുന്നുണ്ട്, ഡൈനിങ് ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അത് ഈ കാണുന്നതാണ് കേട്ടോ. ഇതാണ് കറക്റ്റ് കൺസ്ട്രക്ഷൻ നടക്കുന്ന ഒരു ഭാഗം. ഇനി ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, അടിപൊളി ഫോട്ടോ ഫ്രെയിമൊക്കെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ കാണുന്നത് എ ഫ്രെയിമാണ്, എ ഫ്രെയിം വിത്തൗട്ട് അറ്റാച്ച്ഡ്. അവിടെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചകളാണ് ഈ കാണുന്നത്. അവിടെ ഒരു ഡാമുണ്ട്. അതേപോലെ തന്നെ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അടുത്തത് കാണാൻ പോകുന്നത് കണ്ടോ, ഒരു ഫോട്ടോ ഫ്രെയിം സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതും അതേപോലെ തന്നെ ഒരു ടീ കുടിക്കാനുള്ള സൗകര്യമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ഏരിയയാണ്. പിന്നെ ഈ കാണുന്നത് ലോഗ്
ലോഗ് ഹൗസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ പവർ പോയിൻറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് 2 പേർക്ക് സുഖമായിട്ട് സ്റ്റേ ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ചയും നല്ല രസമാണ്. അതേപോലെ ഒരു ചെറിയൊരു മുന്തിരി വള്ളിത്തോട്ടം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇവിടുന്ന് പുറത്തേക്ക് കടക്കുമ്പോൾ ഉണ്ടാകുന്ന കാഴ്ച കണ്ടില്ലേ, ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. വളരെ മനോഹരമായിട്ടാണ് ഇവിടുത്തെ വ്യൂ പോയിൻ്റ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഒരു നല്ലൊരു മഴ പെയ്ത് കഴിഞ്ഞാൽ കോട വന്ന് നിറഞ്ഞ് എന്താ പറയുക, ഒരു മേഘത്തിൻ്റെ ഇടയിൽ നിൽക്കുന്ന ഫീലൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്നത്. ഇനി നമുക്കിവിടെ കുറച്ച് ടെൻ്റ് ഹൗസ് കാണാം കേട്ടോ. ടെൻറ്റ് ചെയ്തു വെച്ചിരിക്കുന്ന ഏരിയ അടിപൊളി വ്യൂ ആണ്. അവിടുന്ന് പുറത്തേക്ക് എഴുന്നേറ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റുന്നത്. അതായത് ഇവിടെ മാത്രമല്ല കേട്ടോ ടെൻറ്റ് സ്റ്റേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്, പല സ്ഥലങ്ങളിലായിട്ടാണ് അവർ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്ന ഫ്രെയിം ഉണ്ടല്ലോ, ഇനി ഇവിടെ വരുന്നതിൽ വെച്ചിട്ട് ഏറ്റവും ബെസ്റ്റ് സ്റ്റേ എക്സ്പീരിയൻസ് ഇവിടെ ആയിരിക്കും കിട്ടുക കേട്ടോ. അതിൻ്റെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുള്ളൂ, അതിന് ഒരുപാട് പ്രത്യേകതകളോട് കൂടിയിട്ടാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ കാണുന്നതാണ് ഡി ഫ്രെയിം. ഞാൻ ഫാമിലിയായി വന്ന സമയത്ത് ഇവിടെയാണ് കേട്ടോ സ്റ്റേ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ ഉൾവശം കാണാൻ നിങ്ങൾക്കും താല്പര്യം ഉണ്ടാവില്ലേ? 2 പേർക്ക് കിടക്കാൻ പറ്റുന്ന ഒരു വിശാലമായൊരു ബെഡ്. 2 പേർക്കൊന്നല്ല കേട്ടോ, 3 പേർക്കൊക്കെ കിടക്കാനുള്ള സൗകര്യം ഉണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിൽ ഇവിടെ മാത്രമല്ല സ്പേസ് ഉള്ളത്, ഇതിൻ്റെ മുകൾ വശത്തും സ്പേസ് ഉണ്ട് കേട്ടോ. അവിടെയും 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുകയും ചെയ്യും. അതേപോലെ തന്നെ അവിടെ ഒരു പവർ സോക്കറ്റും ഉണ്ട് സൈഡിലേക്ക്. അതേപോലെ തന്നെ അവിടുന്ന് കാണുന്ന ഒരു വിൻഡോ ഉണ്ടല്ലോ, അതിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവിടുത്തെ പൂളിൻ്റെ ഒക്കെ നല്ല വ്യൂസ് കാണാൻ പറ്റും. ഇനി ഇവരുടെ ബാൽക്കണി ഭാഗം കാണാൻ നല്ല രസമാണ് കേട്ടോ. നല്ല മഴ പെയ്യുന്ന സമയത്ത് ടീ ഒക്കെ കുടിച്ചിട്ട് ഇവിടെ ഇരിക്കാൻ അടിപൊളിയാണ്. രാത്രി ആയി കഴിഞ്ഞാലുണ്ടാകുന്ന വ്യൂ അതിമനോഹരമാണ് കേട്ടോ. ഞാൻ നൈറ്റ് ഷൂട്ടൊന്നും എടുക്കാൻ പറ്റില്ല, അത്രയും ശക്തമായിട്ടുള്ള മഴ ആയ കാരണം ക്യാമറ ആയിട്ട് പുറത്തേക്ക് വരാൻ പറ്റില്ല. ഈ കാണുന്ന ഏരിയകളിലൊക്കെ ടെൻറ്റ് സ്റ്റേ ആണ് കേട്ടോ. സൈഡിലും കണ്ടില്ലേ, അവിടെയുണ്ട് ടെൻറ്റ് സ്റ്റേ. ഈ കാണുന്നതാണ് കേട്ടോ എയർ ഫ്രെയിം അറ്റാച്ച്ഡ്. അതിമനോഹരമായിട്ടുള്ളൊരു ഭാഗം കൂടിയാണത്. അതേപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് കാണുന്ന ഒരു കാഴ്ച നമ്മുടെ കണ്ണിനും മനസ്സിനൊക്കെ ഒരു ഹാപ്പിനെസ് കൊണ്ടുവരുന്ന പോലത്തെ ഒരു ഭാഗം കൂടിയാണ്. ഇപ്പം നല്ല വെയിലാണ് കേട്ടോ. ഇതേപോലെ തന്നെ ക്ലൈമറ്റ് എക്സ്പെക്റ്റ് ചെയ്യില്ല, നമ്മൾ പ്രതീക്ഷിക്കാതെ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ചിലപ്പോൾ നല്ല മഴ ആയിരിക്കും, പെട്ടെന്ന് തന്നെ കോട വന്ന് നിറയും. നമുക്കതേപോലെ തന്നെ ഇതിൻ്റെ ഉൾവശമൊക്കെ ഒന്ന് കാണാം കേട്ടോ. 2 പേർക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബെഡാണ് ഇതിൻ്റെ ഉള്ളിലുള്ളത്. അതേപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. മുകളിൽ കയറിയണമെന്നുണ്ടെങ്കിൽ 2 പേർക്കും കൂടി കിടക്കാം. അപ്പോൾ ടോട്ടൽ 4 പേർക്ക് കിടക്കാനുള്ള സൗകര്യമാണ് കേട്ടോ എയർ ഫ്രെയിമിൻ്റെ ഉള്ളിൽ വരുന്നത്. ഈ ഒരു പ്രോപ്പർട്ടിയുടെ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതൊരു 18 ഏക്കർ സെൻറ്റ് സ്ഥലത്തിലാണ് നിൽക്കുന്നത്. ഇവിടെ ആണെന്നുണ്ടെങ്കിലോ ഒരേ സമയത്ത് മൾട്ടിപ്പിൾ ആയിട്ട് ഒരുപാട് പേർക്ക് ഗ്യാദർ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഇവിടെ ടെൻറ്റ് സ്റ്റേ ആണെന്നുണ്ടെങ്കിൽ കുറഞ്ഞത് എന്താ പറയുക, ഒരു 250 പേർക്കെങ്കിലും സ്റ്റേ ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രോപ്പർട്ടി ഇവർ എടുത്തിട്ട് ഏകദേശം 40 വർഷത്തോളമായി. 40 വർഷമായെങ്കിലും ഈ ഒരു പ്രോപ്പർട്ടി ഇവിടെ സ്റ്റേക്കുള്ള ഓപ്ഷൻസൊക്കെ കൊണ്ടുവന്നിട്ട് ഇപ്പോൾ ഏകദേശം 8 വർഷമേ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. ഇവിടുത്തെ പൂള് വളരെ സ്പെഷ്യലാണ് കേട്ടോ. ക്ലോറിനൊന്നും ഇല്ലാത്ത നാച്ചുറൽ വാട്ടർ, പാറ പൊട്ടി ഒഴുകുന്ന വെള്ളം ആയതുകൊണ്ട് തന്നെ ഒരു തവണ ഇറങ്ങിയാലുണ്ടല്ലോ ശരീരത്തോടൊപ്പം മനസ്സും ഫ്രഷ് ആവും. ആ ഒരു അനുഭവം വേറെ ലെവലാണ്. ഇവിടെ വന്നാൽ ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്നാണ് ഇവിടുത്തെ പൂൾ എക്സ്പീരിയൻസ് കേട്ടോ. ഞാൻ മുൻപ് ഇവിടെ വന്നപ്പോഴേ 3 ഫാമിലി ഉണ്ടായിരുന്നു. അവർ എനിക്ക് നീന്തുന്ന ഒരുപാട് പോസൊക്കെ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നിർഭാഗ്യവശാൽ എൻ്റെ ഹാർഡ് ഡിസ്ക് അന്ന് എറർ വന്നു, ആകെ പണി കിട്ടി. അങ്ങനെയാണ് ഞാനിവിടെ 2ാമതും വരുന്നത്. നമ്മുടെ നേരത്തെ എയർ ഫ്രെയിം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതിൻ്റെ പിൻവശമാണ് ഈ കാണുന്നത്. ഇതിൻ്റെ ബാക്കിൽ ഒരു ട്രക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് ജാതി കൃഷിയാണ്. ഇവർ ജാതി കൃഷിയൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന പാറ ഉണ്ടല്ലോ, മുകളിലേക്ക് ഒരു അടിപൊളി ട്രക്കിംഗ് എക്സ്പീരിയൻസ് ഉണ്ട്. എന്തിനു പറയുന്നു, 4x4 ഒക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാണ്ടല്ലോ അത്യാവശ്യം പോകാനുള്ള ഒരു കിടിലം ഒരു ഏരിയയും കൂടിയാണ്. ഇവിടെ ആളുകൾ 2 വീലറൊക്കെ ആയിട്ട് ട്രക്കിംഗ് ചെയ്യാറുണ്ട് കേട്ടോ. ട്രക്കിങ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം റിസ്കിൽ വന്നിട്ട് ചെയ്യണമെന്ന് മാത്രം. അതേപോലെ തന്നെ ഒരു അതിമനോഹരമായിട്ടുള്ള ടെൻറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാറുള്ള ഒരു ഏരിയയും കൂടിയാണ് കേട്ടോ ഈ കാണുന്നത്. നല്ല രസമാണ്. ഓരോ ആളുകൾക്ക് അവരെ സാഹചര്യത്തിനും ആവശ്യങ്ങൾക്കൊക്കെ അനുസരിച്ചിട്ടാണ് കേട്ടോ ടെൻറ്റ് ഇവിടെ സെറ്റാക്കി കൊടുക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഒരു 800 മീറ്റർ ട്രക്കിംഗ് ഫീലാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, അതിൽ കൂടെയും വഴി ഉണ്ട് എന്നുള്ളതാണ്. 4x4 ഒക്കെ ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ സൂപ്പറാണ്. നമ്മുടെ ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നല്ല തണുത്ത കാറ്റാണ്. ടോപ്പിലേക്ക് ഞാൻ കയറിയിട്ടുണ്ടായിരുന്നു, വളരെ മനോഹരമാണ്. അതുമാത്രമല്ല
വാഗമണ്ണിൻ്റെ ഒക്കെ ഭാഗം കേട്ടോ ആ കാണുന്നത്. ആ കാണുന്നത് നല്ല ബൈനക്കുലറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് വാഗമണ്ണിൻ്റെ ഭാഗമൊക്കെ കാണാൻ പറ്റും. വാഗമണ്ണിൻ്റെ വ്യൂ മാത്രമല്ല കേട്ടോ, മാമലക്കണ്ടം ഒരുപാട് ഭാഗങ്ങളൊക്കെ ഇവിടെ നിന്ന് കാണാം. നല്ലൊരു ബൈനക്കുലറായിട്ട് വരികയാണെങ്കിൽ ആ കാണുന്ന ടോപ്പിലൊരു മരം കാണുന്നില്ലേ, അവിടം വരെ നമുക്ക് ട്രക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അതിൽ കൂടി വണ്ടിയൊക്കെ ആയിട്ട് അപ്പുറത്തു കൂടി വേറൊരു വഴിയും കൂടിയും വരുന്നുണ്ട്. ഇവരിവിടെ സ്വന്തമായിട്ടൊരു ചെറിയ ഡാമൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഡാമിൽ ഇവിടെ നിന്ന് കെട്ടി നിർത്തിയിട്ടുള്ള വെള്ളമാണ്. അപ്പുറത്തെ സൈഡിലെ നേരത്തെ നമ്മളൊരു ടെൻറ്റ് സ്റ്റേ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ഡീപ് ഫ്രെയിമിൻ്റെ അടുത്തുള്ള അങ്ങോട്ട് ചെറിയൊരു വെള്ളം ഒഴുക്കൊക്കെ ഇവിടെ നിന്നാണ് വരുന്നത്. പിന്നെ അതേപോലെ തന്നെ ഇവരെ പൂളിലേക്കൊക്കെ ഇവിടുന്ന് വെള്ളം വരുന്നുണ്ട് കേട്ടോ. ഒരു വല്ലാത്തൊരു ഫീൽ ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ഹാപ്പി ആയിരുന്നു ഇവിടെ വന്നിട്ട്. നമുക്കപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ചു പോയിട്ട് നമുക്ക് അടുത്ത ഭാഗങ്ങളിൽ വിസിറ്റ് ചെയ്യാം കേട്ടോ. ഇനിയുള്ളത് ഇന്നത്തെ ദിവസം ഞാനിവിടെ കഴിഞ്ഞൊന്ന് രാത്രി, ഇനി രാത്രി എന്നുള്ള കുറച്ച് കാഴ്ചകളൊന്നും എടുക്കാൻ കാര്യമായിട്ട് പറ്റില്ല, നല്ല മഴ ആയത് കാരണം. ഇനിയുള്ള ഫുഡിങ്ങാണ്. ഫുഡിനെ കുറിച്ചിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ മലബാറുകാർക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഒരു സ്പൈസസും സ്റ്റൈലൊക്കെ അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഗീ റൈസ് ആയിരുന്നു അന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നത്, ഗീ റൈസും ചപ്പാത്തിയും. ഗീ റൈസ് ശരിക്കും ഫ്രൈഡ് റൈസ് ചെയ്ത് വെച്ച പോലെ ആയിരുന്നു. അതേപോലെ തന്നെ ചിക്കൻ കറി ഒരു ബീഫ് വെക്കുന്നൊരു സ്റ്റൈലിലൊക്കെയാണ് കേട്ടോ അവർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് പിറ്റത്തെ ദിവസം നമ്മൾ അടുത്തൊരു ഏരിയയിലേക്ക് പോവുകയാണ്. നല്ല മഴയൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് മുകളിലേക്ക് കയറി പോവുകയാണ്. ഇതൊരു ടെൻറ്റ് സ്റ്റേയുടെ ഒരു അടിപൊളി ഒരു ഏരിയയും കൂടിയാണ്. ഈ ഭാഗം ഒരു സ്പെഷ്യലാണ് കേട്ടോ. ഇലവഴിപ്പൂഞ്ചിറ, കാറ്റാടിക്കടവ്, മലയാറ്റൂർ പള്ളി, തൊടുപുഴ ടൗണ്, എന്തിനു പറയണത് നമ്മുടെ കൊച്ചിൻ എയർപോർട്ടിലെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണത്, അങ്ങനെ ഒരുപാട് ഭാഗങ്ങൾ കാണാൻ പറ്റും കേട്ടോ. നല്ലൊരു ബൈനക്കുലറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ. ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ ഞാൻ തള്ളാന്ന് വിചാരിക്കും. ഇതിൻ്റെ ഓണർ എനിക്ക് കാണിച്ചു തന്നതാണ്. ആളൊരു ഫ്രണ്ട് ഇവിടെ വന്ന സമയത്ത് ബൈനക്കുലറായിട്ട് വന്നിട്ട് കൊച്ചിയിലെ ഷിപ്പ് നിൽക്കുന്ന വീഡിയോ എടുത്തിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഉള്ളിൽ കൂടെ ഫോൺ കണക്ട് ചെയ്തിട്ട്. അത്രയും വ്യൂസ് ഉള്ളൊരു ഏരിയയും കൂടിയാണ്. ഇതൊരു പാറ, അതായത് ഒരു റോക്ക് ട്രക്കിങ്ങും കൂടി നമുക്ക് ജീപ്പായിട്ടൊക്കെ വന്ന് ചെയ്യാൻ പറ്റുന്നൊരു ഏരിയ കൂടിയാണ്. ഇവരെ ജീപ്പ് ഇവിടെ ഒക്കെ എടുക്കാറുണ്ട് പൊതുവെ. ഞാൻ മുൻപ് വന്ന സമയത്തൊക്കെ അവിടെ ഒന്ന് ജീപ്പ് ഉണ്ടായിരുന്നു. പിന്നെ ഇവരിവിടുന്ന് ട്രക്കിങ്ങിനും കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. ഇവിടുന്ന് ഒരു 1.5 കിലോമീറ്ററൊക്കെ നടന്നു കഴിഞ്ഞാൽ ഒരു അടിപൊളി ട്രക്കിംഗ് വെള്ളച്ചാട്ടത്തിലേക്ക് എത്തുന്ന ഒരു പരിപാടിയൊക്കെ ഉണ്ട്. കുറച്ച് കഷ്ടപ്പാടാണ് ക്യാമറ ആയിട്ട് പോകണം, കുറച്ച് റിസ്ക് ആയത് കാരണം. അവിടേക്കൊക്കെ പോകുമ്പോൾ നല്ല ആക്ഷൻ ക്യാമറ ഒക്കെ ആയിട്ട് പോകണേ. അതേപോലെ തന്നെ ഇതിൻ്റെ സൈഡ് കണ്ടോ, ഇവിടെ അത്യാവശ്യം നല്ല രീതിയിൽ ടെൻറ്റ് സ്റ്റേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് മോർണിംഗ് വ്യൂ ഒക്കെ പൊളിയായിരിക്കും. ഒരു രക്ഷയില്ലാത്തൊരു ഏരിയയും കൂടിയാണിത്. എപ്പോഴും ഇവിടെ കോടണ്ടായിരിക്കും. പെട്ടെന്ന് പ്രതീക്ഷിക്കില്ല കേട്ടോ നമ്മളിവിടെ ക്ലൈമറ്റൊക്കെ ചേഞ്ചായി വരുന്നത് കണ്ടു കഴിഞ്ഞാൽ. ഇത് ഗ്യാദർ ചെയ്യാനൊക്കെ ഉള്ള കുറേ സ്ഥലങ്ങളിൽ അങ്ങനെ കുറേ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ടെൻറ്റിനുള്ള ബാത്റൂമൊക്കെ ഇവിടെ സൈഡിലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. മുകളിലേക്ക് പോകുന്തോറും ഇവിടെ ഒരു 3 എക്സ്ട്രാ കാണുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തേക്ക് കുറച്ച് കാണുന്നുണ്ട്. ഇത് മാത്രമല്ല കേട്ടോ ടെൻറ്റിനായിട്ട് തന്നെ ഇനി വേറൊരു ഏരിയകളുണ്ട് ഇവിടെ. അതേപോലെ ഈ സ്ട്രേഞ്ചർ ക്യാമ്പ്, അതുപോലെ ക്യാമ്പ് നടത്തുന്ന ഗ്രൂപ്പുകൾ, അവർക്കൊക്കെ പറ്റിയൊരു ഏരിയയും കൂടിയാണ് കേട്ടോ. അതിന് പറ്റിയൊരു അടിപൊളി സ്പോട്ടും കൂടിയാണ്. അങ്ങനെ ഒരുപാട് ഭാഗങ്ങളുണ്ട്. ആ കാണുന്നതുണ്ടല്ലോ, അത് ഇതുപോലെ റൂം, ടെൻറ്റ് ഇഷ്ടപ്പെടാത്തവർക്ക് റൂം ഇവിടെയും സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കാണുന്ന ഏരിയകളൊക്കെ ടെൻറ്റിന് മാത്രമായിട്ടുള്ളതാണ്. ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് അവർ ടെൻറ്റ് അവിടെ മാറ്റി സ്ഥാപിക്കുന്നത് നമുക്ക് കാണാൻ പറ്റാറുണ്ട്. ഞാൻ അന്ന് വന്ന സമയത്ത് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതെന്ന് കണ്ടിരുന്നു. ഇവിടെ ഒരു വട്ടം നോക്കുന്ന സമയത്ത് 8 ടെൻറ്റ് തന്നെ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഓരോ ഗ്രൂപ്പുകൾക്കനുസരിച്ചിട്ട് അവർ ചെയ്യാറുള്ളതാണ്. അതേപോലെ അത്യാവശ്യം കോർപ്പറേറ്റുകൾ ഇവിടെ വന്നിട്ട് സ്റ്റേ ചെയ്യാറുണ്ട് കേട്ടോ. ടെൻറ്റ് സ്റ്റേ ഒക്കെ എടുക്കാറുണ്ട്. അതേപോലെ തന്നെ താഴേക്ക് ഇനിയും ഒരുപാട് ഭാഗങ്ങൾ ഇനിയും കിടക്കുകയാണ്. നമുക്ക് താഴ്ഭാഗം കാണുന്നതിന് മുമ്പ് തന്നെ കണ്ടോ, ഇവിടുന്ന് കാണുന്ന ആ ഒരു വ്യൂ കണ്ടില്ലേ, എന്ത് മനോഹരം എന്നാ പറയുക. ഇതൊക്കെ നേരിട്ട് വന്നത് അനുഭവിച്ചറിയന്നെ വേണം. ഒരു പ്രത്യേക ഭംഗിയല്ലേ. ഈ ഭാഗത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, നല്ല ബൈനോക്കുലറൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരുപാട് നല്ല കാഴ്ചകൾ കാണാം. പിന്നെ ക്ലൈമറ്റ് ചില സമയത്ത് നല്ല വെയിൽ വരുന്നത് കാണാം. പക്ഷെ ഇവിടെ ചൂടില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ അത് മാറി മഴ വരുന്നത് കാണാം. പെട്ടെന്ന് തന്നെ കോട വന്ന് കയറുന്നത് കാണാം. അതാ പറയുന്നത്, ഇവരിവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെ കൊടുക്കുന്നുണ്ട്. ഇവരെ പാക്കേജുകൾ, പല രീതിയിലുള്ള പാക്കേജുകൾ ഇവർ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി താഴേക്ക് പോകുന്തോറും ഓരോ ഏരിയകളിൽ അവിടെ സെപ്പറേറ്റ് ടെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇപ്പുറത്തെ സൈഡിലേക്ക് കുറച്ച് ടെൻറ്റുകൾ വെച്ചിട്ടുണ്ട്. ഇനി താഴേക്ക് നല്ലപോലെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ക്യാമ്പ് ഫയറിനുള്ള സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
ഇതിലേക്കൊക്കെ ഉള്ള ഓരോ ഏരിയയിലേക്കുള്ള ബാത്റൂമുകളും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവരെ മെയിൻ സ്ഥലത്ത് നിന്ന് ഇങ്ങോട്ട് ഏകദേശം ഒരു 500 മീറ്ററോളം നടക്കാനുണ്ട്. തിരിച്ച് ഞങ്ങോട്ട് കയറാൻ കുറച്ച് കഷ്ടപ്പാടുണ്ടാവും എന്നെ സംബന്ധിച്ചിട്ട്. കാരണം ഈ ക്യാമറ ഒക്കെ പിടിച്ചിട്ട് ഈ പാറയിലേക്ക് കൂടി പൊങ്ങി പോകണം അങ്ങോട്ട്. അത്യാവശ്യം ഞാനിപ്പോൾ വർക്കൗട്ടൊന്നും ചെയ്യാത്ത കാരണം നല്ല കിതപ്പുണ്ടായിരുന്നു എനിക്കന്ന് ഞാൻ ഇവിടെ വന്ന് കയറിയ സമയത്ത്. കണ്ടില്ലേ, താഴേക്ക് അവിടെ ഒരു ഊഞ്ഞാലയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ വന്ന ടൈമിൽ ഫഹദിനായിട്ട് കുറച്ച് നേരം ഊഞ്ഞാലൊക്കെ ആടി. ഒരു എന്താ പറയുക, നല്ലൊരു വൈബ് തന്നെ ആയിരുന്നു. ഒരിക്കലും നിങ്ങളിവിടെ വന്ന് മിസ്സാക്കരുത്. ഇപ്പോൾ മൂന്നാർ പോകുന്ന ആളുകളായാലും ഇടുക്കിക്ക് വരുന്ന ആളുകളൊക്കെ ആയാലും മാമലക്കണ്ടം ഭാഗത്തേക്കൊക്കെ വരുന്നവരൊക്കെ മസ്റ്റ് ട്രൈ പ്ലേസ് ആണ്. ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല, അത് ഷുവറാണ്. പിന്നെ പ്രൈസിങ് എന്ന് പറഞ്ഞാൽ ഇവരെ എന്താ പറയുക, ഒരുപാട് ഓവറായിട്ടുള്ള പ്രൈസിങ് ഒന്നല്ല. പിന്നെ പ്രൈസിങ്ങിനെ കുറിച്ചിട്ടാണ് ഞാൻ കുറേ സംസാരിച്ചിരുന്നു അവരായിട്ട്. വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വരുന്നവർക്കുണ്ടല്ലോ, ഇവർ നല്ലപോലെ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഈ ഒരു ഏരിയ സൺസെറ്റ് പോയിൻ്റ് ആണ് കേട്ടോ. അപ്പുറത്തെ സൈഡ്, അപ്പുറത്തെ റോക്ക് കണ്ടില്ല, അവിടെ സൺറൈസ് പോയിൻറ്റും കൂടിയാണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. ഇനി പുതിയ സ്ഥലത്ത് വെച്ചിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലം സേവ് ചെയ്ത് വെച്ചോ, കൂട്ടത്തിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.